വിലായത് ബുദ്ധ ഈ സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് റിവ്യൂസ് എടുക്കുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു പടം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. ഞാൻ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഞാൻ ഈ കുഴപ്പമില്ല എന്ന് പറഞ്ഞതിനെ പറ്റി ആലോചിച്ചപ്പോഴത്തേക്ക് എനിക്ക് തോന്നി അങ്ങനെയാണോ ഞാൻ പറയേണ്ടിരുന്നത്, കുഴപ്പമില്ലേ? അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് കുഴപ്പമുണ്ട്. ഞാൻ പടം തിയേറ്ററിൽ നിന്ന് കണ്ട സമയത്ത് എനിക്ക് ഏറ്റവും ആദ്യം തോന്നി കൊള്ളാം. ഒരു ഇൻ്റർവെൽ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഓക്കെ കുഴപ്പമില്ല. പക്ഷെ പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി കുറച്ച് കുഴപ്പമുണ്ട്. ആ കുഴപ്പത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. കാരണം ഞാൻ ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോഴത്തേക്ക് ഏറ്റവും ആദ്യം തന്നെ ഒരു നന്ദി എഴുതി കാണിക്കുന്നുണ്ട്. ആദ്യം നന്ദി എഴുതി കാണിക്കുന്നത് സച്ചിക്കാണ്. കാരണം സച്ചിയുടെ ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു വിലായത് ബുദ്ധ. അപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നിയ കാര്യം, സച്ചി ഇപ്പോൾ നമ്മൾ വിട്ടു പോയി, പക്ഷേ സച്ചി എന്ന് പറയുന്ന ആ ഒരു ലെജൻഡറി ഡയറക്ടർ പുള്ളി ചെയ്യേണ്ട പടമായിരുന്നു. അതായത് പുള്ളിയാണ് സത്യത്തിൽ ഈ പടം ചെയ്തിരുന്നെങ്കിൽ ഇതിങ്ങനെയല്ല, കുഴപ്പമില്ല എന്ന് പോലും ഞാൻ പറയില്ല, കിടിലൻ പടമാണെന്നേ എനിക്ക് പറയേണ്ടി വരത്തുള്ളായിരുന്നു. കാരണം ഒരു ഈഗോ ക്ലാഷ് പരിപാടിയാണ്. പുള്ളി ഡ്രൈവിംഗ് ലൈസൻസിനകത്തും അയ്യപ്പൻ കോശിക്കകത്തും ഈ ഒരു പരിപാടി, ഒരു രണ്ടാൾക്കാരുടെ ഒരു ഈഗോ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അയ്യറ് കളി നടത്തി അത് പൊളിച്ച മനുഷ്യനാണ്. വീണ്ടും വിലായത് ബുദ്ധയിലേക്ക് വരുമ്പോഴത്തേക്കും അമ്മാതിരി ഒരു ഈഗോ പരിപാടിയാണ്. ഇതിൻ്റെ ഇപ്പോൾ ഇന്ദുഗോപനാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കഥ വായിച്ചിട്ടുള്ള ആൾക്കാർക്ക്, പുസ്തകം വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും ഇതൊരു ഈഗോ ക്ലാഷ് പരിപാടിയാണ് എന്നുള്ളത്. ഇവിടെ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഈഗോ ക്ലാഷ് ഒക്കെ ഉണ്ട്. പക്ഷെ ആ ഈഗോ ക്ലാഷ് നമ്മുടെ മുന്നിലേക്ക് സച്ചി എത്തിച്ചതുപോലെ എത്തിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. പടം മോശമാണെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പടം വർക്കാണ്. ഒരു 3 മണിക്കൂറോളം ലെങ്ത് ഉണ്ട്. നമുക്ക് തിയേറ്ററിൽ ഇരിക്കുമ്പോഴത്തേക്കും വേസ്റ്റ് ആയി പോകുന്നൊന്നും തോന്നില്ല, അല്ലെങ്കിൽ പടം മോശമാണെന്നും തോന്നില്ല. പക്ഷേ സച്ചി തന്നെ ചെയ്തിരുന്നെങ്കിൽ എന്നൊരു തോട്ട് എൻ്റെ മനസ്സിലേക്ക് കയറിപ്പോയി. അപ്പം എനിക്കിത് പറയാണ്ടിരിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ആദ്യം തന്നെ സച്ചിയുടെ ആ കാര്യം പറഞ്ഞുകൊണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. ഞാൻ ഏറ്റവും ആദ്യം തന്നെ ഈ സിനിമയുടെ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ലെവൽ ഞാൻ പറയാം. നോക്കുമ്പോൾ സച്ചിയുടെ ഡ്രീം പ്രോജക്റ്റ്, അപ്പം അയ്യപ്പനും കോശിയേക്കാൾ മുകളിൽ നിൽക്കും എന്നതുകൊണ്ടാണല്ലോ സച്ചി ഇത് പിന്നീട് ചെയ്യാന്ന് വെച്ചിരുന്നത്. അപ്പം പുള്ള മനസ്സിൽ ഈ ഒരു പടം അയ്യപ്പൻ കോശിക്കും മുകളിലാണ്, ഡ്രൈവിംഗ് ലൈസൻസിനും മുകളിലാണ്. ഓക്കെ, അപ്പോൾ പുള്ളി ഈ പടം എങ്ങനെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കും എന്നതിൻ്റെ ഒരു തോട്ട് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. 2, പൃഥ്വിരാജ് 1.5 വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്ന ഒരു മലയാള സിനിമ. എനിക്ക് ആക്ച്വലി ഞാൻ പൃഥ്വിരാജ് ഫാൻ കൂടെയാണ്. അപ്പോൾ എനിക്ക് പൃഥ്വിരാജിൻ്റെ മൂവീസ് എനിക്ക് ഇഷ്ടമാണ്. പുള്ളിന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇട്ട് കുറച്ച് ഫാൻ ഫൈറ്റിനെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നുണ്ടെങ്കിലും പുള്ളി ഒരു പക്കയാണ്. പുള്ളിയുടെ ഒരു പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നൈസ് പരിപാടിയാണ്. ജേക്സ് ബിജോയ് BGM ചെയ്യുന്നു. കാന്താരയുടെ സിനിമാറ്റോഗ്രാഫറായിട്ടുള്ള അരവിന്ദാണ് ഈ പടത്തിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്യുന്നത്. ഫൈറ്റ് ആണെങ്കിൽ തന്നെ 2 ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കലൈ കിങ്സിനുണ്ട്, അതേപോലെ തന്നെ സുപ്രീം സുന്ദർ ഇതിൻ്റെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടെക്നിക്കൽ സൈഡ് എന്നൊക്കെ പറയുന്നത് പക്കയായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ സച്ചിയുടെ ഒരു സ്ക്രിപ്റ്റ് എടുത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത അനിൽ നമ്പ്യാരാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് തോന്നി സച്ചിയുടെ ഒരു പരിപാടി പിടിക്കുന്നുള്ളതാണ്. പടം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ അയ്യപ്പനും കോശിക്കകത്തുണ്ടായിരുന്ന ആ ഒരു അമ്മയുണ്ടല്ലോ, ആ അമ്മയുടെ ഒരു പാർട്ടിയിൽ നിന്നാണ്, ഒരു ട്രൈബൽ സോങ്ങിൽ നിന്നാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, സച്ചി കൈൻഡ് ഓഫ് മേക്കിംഗ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. പടത്തിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോഴത്തേക്കും പൃഥ്വിരാജിൻ്റെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്. പൃഥ്വിരാജിൻ്റെ മേക്കപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് ഞാൻ പറയാം. ഷമ്മി തിലകനാണ് ഈ പടത്തിൻ്റെ പെർഫോമൻസിൻ്റെ കൂട്ടത്തിൽ പൃഥ്വിരാജിനേക്കാൾ മുകളിൽ നിൽക്കുന്നത്. ഷമ്മി തിലകൻ്റെ ക്യാരക്ടറാണ്. നിങ്ങൾ ഓൾറെഡി ട്രെയിലർ കണ്ട ആൾക്കാർ, അല്ലെങ്കിൽ ബുക്ക് വായിച്ച ആൾക്കാർക്ക്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഡബിൾ മോഹൻ എന്ന് പറയുന്ന ക്യാരക്ടർ. ഓക്കെ, പിന്നെ മറ്റൊരു ക്യാരക്ടർ, ആ ക്യാരക്ടർ ഷമ്മി തിലകൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ഈ ക്യാരക്ടറിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈഗോ ക്ലാഷ് പരിപാടിയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷമ്മി തിലകൻ്റെ ക്യാരക്ടർ പുള്ളി പക്കയായിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ക്യാരക്ടർ പക്കയാണ്. ഇതിനകത്ത് നായികയായിട്ട് അഭിനയിച്ച പ്രിയംവദ, പുള്ളിക്കാരത്തി നൈസാണ്. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന കുറച്ച് ആൾക്കാർ ഈ ക്യാരക്ടറിനെ പറ്റി ഇങ്ങനെ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ജസ്റ്റ് സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. കാരണം ട്രെയിലറിനകത്തൊക്കെ ഈ പൃഥ്വിരാജിൻ്റെയും പ്രിയംവദയുടെയും ക്യാരക്ടർ ഉണ്ടല്ലോ, അവരുടെ ആ ക്യാരക്ടറിൻ്റെ ഒരു പരിപാടിയാണ്. അതായത് അവരൊരു ട്രൈബൽസ് കൈൻഡ് ഓഫ് അങ്ങനെയുള്ള ആൾക്കാരാണ്. ട്രൈബൽസ് എന്നല്ല പറയേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു മറയൂർ ഭാഗത്ത് താമസിക്കുന്ന ഒരാൾക്കാരാണ്. അപ്പോൾ അവരുടെ ആ ഒരു എന്താ പറയണ്ടേ, ഒരു റൊമാൻറ്റിക് രംഗങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് ഇൻറ്റിമസിയാണ്, കുറച്ച് ഡീപ്പാണ്, കുറച്ച് അങ്ങോട്ട് നമുക്ക് എന്താ പറയണ്ടേ, കുറച്ച് കിസ്സിങ് പരിപാടി, അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് സാധനം ട്രെയിലറിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പുഷ്പ സിനിമ കാണുമ്പോഴത്തേക്കും പുഷ്പയിലെ നായികയും നായകനും, അല്ലു അർജുൻ്റെ ആ പുഷ്പ എന്ന് പറയുന്ന ക്യാരക്ടറും രശ്മിക മന്ദാന അഭിനയിച്ച ക്യാരക്ടറും, അതിനകത്ത് എന്തുകൊണ്ട് അവരങ്ങനെ ലോക്കലായിട്ട് അവരെ കാണിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്യാരക്ടർ അങ്ങനെയാണ്. ഇവിടെ എനിക്ക് തോന്നിയപ്പോഴത്തേക്കും എൻ്റെ അടുത്തിരുന്ന ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ ഈ സിനിമയിൽ അവർ പറഞ്ഞെങ്ങനെയാണ്, പൃഥ്വിരാജ് ചിലപ്പോൾ ലിപ് ലോക്ക് അടിക്കുമായിരിക്കും. നമ്മൾ തിയേറ്ററിൽ പടം തുടങ്ങി സ്റ്റാർട്ടായി ഇത് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും, ഞാൻ ലിപ് ലോക്ക് ഉണ്ടോ ഇല്ലെന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്, അവരുടെ ആ ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത് അങ്ങനെയാണ്.
അത് ആ രീതിയിലേ എത്തിക്കാൻ പറ്റുള്ളൂ. കാരണം അവരൊരിക്കലും ഒരു വൈറ്റ് കോളർ ജോബ് ചെയ്യുന്ന ആൾക്കാരോ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല. തനി ലോക്കലായിട്ടുള്ള നമ്മുടെ നാടൻഭാഷ പറഞ്ഞ തക്ക ലോക്കലായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അവർ ആ ഒരു കൈൻഡ് ഓഫ് പരിപാടി അവരുടെ രംഗങ്ങൾ കൂടുതലും അങ്ങനെയായിരിക്കും. അതെനിക്ക് തിയേറ്ററിൽ ഇരുന്നപ്പോഴത്തേക്ക് എനിക്കത് ഓക്കെ ആയിരുന്നു. അതിനകത്തൊരു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത് എന്തൊക്കെ പറയുന്നു എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് എനിക്ക് ആ സാധനം വർക്കായി. എനിക്ക് വെച്ചാൽ അവരുടെ പെർഫോമൻസ് നല്ലതായിരുന്നു. പ്രിയംവദ എന്ന് പറയുന്ന ആ നായിക പുള്ളിക്കാരത്തെ ചുമ്മാ കൊണ്ട് വെച്ചിട്ട് മറ്റേ എനിക്ക് പുഷ്പയിലെ ശ്രീവള്ളിയുടെ ക്യാരക്ടർ എനിക്ക് ഒട്ടുമേ വർക്കല്ല. ഈ സിനിമയ്ക്ക് എന്തായാലും പുഷ്പയായിട്ടൊരു കമ്പാരിസൺ വരും, സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയിൽ അതിൻ്റെ കുറച്ച് പരിപാടി കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഇപ്പോൾ ശ്രീവള്ളി എന്ന് പറഞ്ഞ ക്യാരക്ടർ അട്ടാറ് ഫ്ലോപ്പ് ക്യാരക്ടറാണ്. എന്നെ സംബന്ധിച്ചുള്ള ഒരു വേസ്റ്റ് ക്യാരക്ടറായിരുന്നു. എനിക്ക് ഒട്ടുമേ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും പൃഥ്വിരാജിന്റെ ക്യാരക്ടർ എന്താണോ ആ ക്യാരക്ടറിന്റെ അതേപടി നിൽക്കുന്ന ഒരു പരിപാടി, അല്ലെങ്കിൽ അതിന് കട്ടക്ക് നിൽക്കുന്ന ഒരു നായിക, അല്ലെങ്കിൽ അവർക്ക് പെർഫോം ചെയ്യാനായിട്ടുണ്ട്. അവർ ചുമ്മാ വന്ന് സ്ക്രീനിൽ എന്തെങ്കിലും ഞഞ്ഞാ പിഞ്ഞാ പറഞ്ഞിട്ട് പോവുകയല്ല ചെയ്യുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. ഓൾറെഡി പ്രിയംവദ നമ്മുടെ നരിവേട്ടയിൽ ടോവിനോടെ നായികയായിട്ട് വന്നതാണ്. അതിനകത്തേക്ക് പുള്ളിക്കാരത്തേക്ക് ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, പുള്ളിക്കാരത്തേക്ക് കുറച്ച് സാധനം ഉണ്ട്. പിന്നെ നമ്മുടെ പഴയ രാവണപ്രഭുവിലെ ഇപ്പൊ വില്ലത്തിയാണെന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള പുള്ളിക്കാരുടെ പേര് എനിക്ക് അറിഞ്ഞൂടാ, സോറി, ഞാൻ വിട്ടുപോയതാണ്, ഞാൻ നോക്കി വെച്ചതാണ്. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ ഒരു ക്യാരക്ടർ ഉണ്ട്. വിനു മോഹൻ അനിയനുണ്ട്. ഇവരൊക്കെ പക്ക, അവരുടെ പെർഫോമൻസ് എല്ലാം നൈസാണ്. പെർഫോമൻസ് ബേസ് നോക്കുമ്പോഴത്തേക്കും എല്ലാവരും ഓക്കെ. ജെയ്ക്സ് ബിജോയുടെ BGM ആണെങ്കിലും പുള്ളി മാക്സിമം കത്തിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പുള്ളിയുടെ ഇപ്പോൾ ലാസ്റ്റ് ക്ലൈമാക്സിലൊക്കെ വരുമ്പോഴത്തേക്കും ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ പുള്ളിയുടെ BGM സ്കോറിംഗ് ഒക്കെ, കാരണം പടത്തിൻ്റെ ചില മൊമെന്റ്സിൽ, അതാണ് ഞാൻ പറഞ്ഞത്, സച്ച് ഡയറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഹൈ കിട്ടേണ്ട കുറച്ച് പരിപാടീസ് ഉണ്ട് ഇതിനകത്ത്. ആ സാധനം BGM ഇട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ട് കത്തിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോഴത്തേക്കും സെക്കൻഡ് ഹാഫിൽ പ്രത്യേകിച്ച് ചില സാധനങ്ങൾ ഇങ്ങനെ ഡൗൺ ആയി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡൗൺ ആയി പോകുമ്പോഴത്തേക്കും നമുക്ക് തോന്നുന്നുണ്ട് ഇത് ഡൗൺ ആവേണ്ട സിറ്റുവേഷനില്ല, കുറച്ച് പൊക്കട്ടെ എന്നൊക്കെ നമുക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അങ്ങനത്തെ ഒരു സംഭവമാണ് എനിക്ക്. പോട്ടെ. ഇനി പെർഫോമൻസ് ഞാൻ പറഞ്ഞല്ലോ, നൈസായിട്ട് ആ പെർഫോമൻസ് എല്ലാം ഇങ്ങനെ പക്കയായിട്ട് പോകുന്നുണ്ട്. ആക്ഷൻ കൊറിയോഗ്രാഫി ആണെങ്കിലും ഓക്കെ, നൈസാണ്. ഇനി പടത്തിൻ്റെ എനിക്ക് എവിടേക്കാണ് ഈ ഗ്രിപ്പ് നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ പടത്തിൻ്റെ ഒരു ഹൈ മൊമെന്റ്സ് എനിക്ക് പോയ കുറച്ച് സ്പേസ് ഉണ്ട്. അത് ഞാൻ ഏറ്റവും ആദ്യം പറയാം. ഈ ഈഗോ ക്ലാഷ് എന്ന് പറയുന്ന പരിപാടി, അത് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഈഗോ ക്ലാഷ് പരിപാടി സച്ചിയുടെ മേക്കിങ്ങിൽ നമ്മൾ 2 എണ്ണം കണ്ടിട്ട് അതേ സ്ക്രിപ്റ്റിൽ അല്ലെങ്കിൽ അതേ പാറ്റേണിൽ വരുന്ന ഒരു സാധനം. ഇവിടെ ഡബിൾ മോഹൻ ഉണ്ട്, ഷമി തിലന്റെ ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടർ തന്നെ ഇപ്പം തീട്ടം, അയാളെ വിളിക്കുന്നത് തന്നെ അങ്ങനെ ഒരു പേരിലാണ്. അപ്പോൾ എന്തുകൊണ്ട് അയാൾ അങ്ങനെ ഒരു പേര് വിളിച്ചു, അതിൻ്റെ ഒരു പരിപാടി. അപ്പം നമ്മൾ ചിന്തിക്കുന്ന കുറേ നമുക്കൊരു എക്സ്പെക്ടേഷൻ വരും. ഞാൻ ആ ബുക്ക് വായിച്ചിട്ടില്ല. ഇപ്പോൾ ഈ സിനിമ കാണാൻ വേണ്ടി പോകുന്ന എല്ലാ ആൾക്കാരും ആ ബുക്കുമായിട്ടല്ല തിയേറ്ററിൽ പോകുക, അല്ലെങ്കിൽ ബുക്ക് വായിച്ചിട്ടല്ല തിയേറ്ററിൽ പോവുക. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു പ്രേക്ഷകൻ ഉണ്ടാകുന്ന കുറച്ച് എക്സ്പെക്ടേഷനും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. ആഗ്രഹങ്ങൾ പോട്ട് എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ. ആ എക്സ്പെക്ടേഷൻ ഫസ്റ്റ് ഹാഫിൽ നന്നായിട്ട് മീറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടെ എന്തെങ്കിലും സാധനം വരും എന്നുള്ളത്. ഈ സെക്കൻഡ് ഹാഫിലേക്ക് പോയപ്പോഴത്തേക്കും പല സാധനങ്ങളുടെയും ഹൈ മൊമെന്റ്സ് അങ്ങ് താണ് പോവുക. ഈ താഴ്ചയാണ് നമ്മുടെ ഒരു പ്രശ്നം. വില്ലന്മാർക്കാണെങ്കിൽ തന്നെ വലിയ 2 വില്ലന്മാർ അല്ല 3 വില്ലന്മാർ ഇരിക്കട്ടെ എന്നുള്ളൊരു ലൈനേ ഉള്ളൂ. പക്ഷെ ആ വില്ലന്മാർക്കും വലിയൊരു ഇമ്പാക്റ്റ് ഇല്ല. ഈ ഡബിൾ മോഹൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഒരു പവർ സെക്കൻഡ് ഹാഫിലായപ്പോഴത്തേക്കും എന്തോ ഒരു കുറഞ്ഞു പോകുന്നൊരവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സെക്കൻഡ് ഹാഫിൽ ഹൈ മൊമെന്റ്സ് കിട്ടുന്ന കുറച്ചധികം ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് BGM ഇട്ട് കത്തിക്കുമ്പോഴും മേക്ക് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ഇമ്പാക്റ്റ് അത് ഭയങ്കര കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ എടുത്തു പറഞ്ഞ വേറെ കാര്യം കേട്ടോ, പടം കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും എവിടെയാണെന്ന് പറയുന്നില്ല, ഈ കുറച്ച് VFX ഗ്രാഫിക്സ് പരിപാടിയുണ്ട്. ചിത്രശലഭങ്ങളൊക്കെ പറന്നു പോകുന്നൊരു സാധനമുണ്ട്. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പം ഈ AI തന്നെ പിള്ളേർ വരെ അതിനേക്കാൾ ബെറ്ററായിട്ട് ചെയ്തെടുക്കും. ആ ഒരു സമയത്ത് ഇത്രയും ചിത്രശലഭം എന്നൊക്കെ പറഞ്ഞാൽ വെട്ടിച്ച് നമ്മൾ മറ്റേ ഡൗൺലോഡ് എടുക്കത്തില്ലേ ഗൂഗിളിൽ നിന്നും, അമ്മാതിരി നമ്മൾ ജിഫ് അയക്കുമല്ലോ, അതേപോലത്തെ ഒരു സാധനമായിട്ടാണ് എനിക്ക് പേഴ്സണലി അത് ഫീൽ ചെയ്തത്. അതെനിക്ക് ഒട്ടുമേ വർക്കായില്ല ആ ഒരു VFX ഗ്രാഫിക്സ് പരിപാടിയൊക്കെ. പിന്നെ പടം ഈ ബുക്ക് വായിക്കുമ്പോഴേക്കും, നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ ഈ പുസ്തകത്തിനകത്ത് നായകൻ ലാസ്റ്റ് നല്ലതാകുന്നതും ഒരു മെസ്സേജ് കൊടുക്കുന്നതൊക്കെ ഓക്കെ ഫൈൻ. പക്ഷെ ഒരു സിനിമ കാണുമ്പോഴത്തേക്കും നമ്മൾ ബുക്ക് വായിക്കുന്ന പോലെയല്ല. ആ ക്യാരക്ടേഴ്സ് നമ്മുടെ മുന്നിൽ നിൽക്കുക. നമ്മളിപ്പോൾ 1, 2, 3 ദിവസം എടുത്താൽ ഒരാഴ്ച കൊണ്ട് വായിച്ച് തീർക്കുന്ന ഒരു ബുക്ക് പോലെയല്ല. ഒരു പടം 3 മണിക്കൂർ ഇരുന്ന് കാണുമ്പോഴത്തേക്കും ആ ക്യാരക്ടർ എല്ലാം നമ്മുടെ മുമ്പിൽ ലൈവായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ ക്യാരക്ടർ ഇങ്ങനൊരു പവറിൽ ബാഹുബലിയുടെ സിനിമക്കകത്ത് ആ പ്രതിമ കാണിക്കുന്ന സീൻ പോലെയാണ്. ഈ അമരേന്ദ്ര ബാഹുബലി എന്ന് പറഞ്ഞിട്ട് വലിയ പ്രതിമ കാണിച്ചിട്ട് അതിൻ്റെ താഴത്താണ് റാണയുടെ വില്ലനെ കാണിക്കുന്നത്, ഈ പൽവാൾ ദേവനെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഡബിൾ മോഹൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇങ്ങനെ നിൽക്കുക. പടം കണ്ടു കഴിയുമ്പോഴത്തേക്കും ഈ സിനിമയുടെ ടൈറ്റിൽ പോലെ വിലായത്ത് ബുദ്ധ, അപ്പോൾ ഒരു ബുദ്ധനായേക്കാം എന്നുള്ള രീതിയിൽ
മേ ബി ബുക്ക് വായിക്കുമ്പോഴത്തേക്ക് അത് വർക്കായിരിക്കും. ഓക്കെ, ബുക്കിനകത്തെ പോലെ പടം എടുക്കാൻ പാടുള്ളൂ എന്നുള്ള അങ്ങനെ നിർബന്ധങ്ങൾ ഇല്ലല്ലോ. ചില മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്താം. പക്ഷേ ഓക്കെ, ആ മാറ്റങ്ങൾക്കനുസൃതമായിട്ടല്ല നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്കെന്തോ ഒരു കുറച്ചുകൂടെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം നായകനെ പിടിച്ച് ബുദ്ധനാക്കുന്നൊരു പരിപാടി അതൊക്കെ നമ്മളെ കണ്ടു മടുത്ത സാധനങ്ങളാണ്. നമുക്കത് അതിൻ്റെ ആവശ്യമില്ലല്ലോ. എല്ലാവരും നല്ലതാണെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ നല്ലതാണെങ്കിൽ തന്നെയും ആ കുറച്ചുകൂടെ നമുക്കൊരു ഇമ്പാക്റ്റ് വേണ്ടായിരുന്നു ആ സാധനത്തിനകത്താണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തേ. പക്ഷെ അതൊന്നും തന്നെ 3 മണിക്കൂറുള്ള ആസ്വാദനത്തെ ബാധിക്കില്ല. എനിക്ക് തോന്നിയ കുറച്ച് തോട്ട്സാണ് ഞാൻ പറഞ്ഞത്. വീണ്ടും ഞാൻ പറയാണ്, പടം മോശമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോശമൊന്നുമല്ല. നമുക്ക് 3 മണിക്കൂർ ഞാൻ തിയേറ്ററിൽ നിന്ന് പടം കാണാൻ വേണ്ടി എനിക്ക് ബോറടിയൊന്നുമില്ല. ഫസ്റ്റ് ഹാഫ് ആയപ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം വർക്കാവുകയും ചെയ്തു. സെക്കൻഡ് ഹാഫിൽ ക്ലൈമാക്സ് ഒക്കെ ആയപ്പോഴത്തേക്കും ഫൈറ്റും പരിപാടിയൊക്കെ എനിക്ക് ഓക്കെയാണ്. പക്ഷേ ഓവറോൾ പടം ഇങ്ങനെ തീർന്നേ എന്ന് പറയുമ്പോഴത്തേക്കും ഓഹോ അങ്ങനെയാണോ ഇങ്ങനെയാണോ തീർത്തേ എന്നൊരു തോട്ടാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ഞാനൊരു റേറ്റിംഗ് കൊടുക്കുന്ന പരിപാടി നമുക്കില്ല സാധാരണ. എങ്കിൽ തന്നെയും റേറ്റിംഗ് കൊടുക്കാനാണെങ്കിൽ 5-ൽ ഞാനൊരു 3 റേറ്റിംഗ് അത്രയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. 3 മണിക്കൂർ തിയേറ്റർ എടുത്തിട്ട് എനിക്ക് ബോറടിച്ചില്ലെങ്കിൽ തന്നെയും കുറച്ചുകൂടെ ഹൈ മൊമെന്റ്സ് ഉണ്ടാകേണ്ട സീൻ നമ്മൾ കാണുമ്പോൾ ഹൈ മൊമെന്റ്സ് കുറഞ്ഞു പോയല്ലോ എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് പടത്തെപ്പറ്റി അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പൃഥ്വിരാജിൻ്റെ കംബാക്ക് എന്ന് എനിക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കാരണം പൃഥ്വിരാജ് ഓൾറെഡി എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ പൃഥ്വിരാജിൻ്റെ വിലായത്ത് ബുദ്ധ സച്ചി ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഒരു ഐറ്റം എനിക്ക് കിട്ടിയില്ല.